ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള 1/4 കപ്പ് തേങ്ങയാണ്. 1 കപ്പ് പൊടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങ കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. പാകത്തിന് നമുക്ക് കഴിക്കുമ്പോൾ ഇടയിൽ കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 250 ml കപ്പിൽ തന്നെ 1 കപ്പ് നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചായിട്ട് അത് ചേർത്തിട്ട് നമുക്ക് പാകത്തിനൊന്ന് കലക്കിയെടുത്താൽ മതി. ഒരു ദോശ മാവിനേൽ ഒരല്പം കൂടി ലൂസായിട്ടുള്ള പരുവത്തിലാണ് നമ്മളിത് കലക്കിയെടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഒരു ഗോതമ്പ് ദോശയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു കപ്പിൻ്റെ അളവിൽ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു 5 ദോശയോളം കിട്ടും. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിൽ 2 കപ്പിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 10 എണ്ണം, ചിലപ്പോൾ ഒരു 11 എണ്ണം കിട്ടും കേട്ടോ. ഈ ഒരു അളവിൽ ആണ് ഞാൻ കലക്കിയെടുക്കുന്നത്. എനിക്കൊരു 1 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട് രണ്ടാമതെടുത്ത 1/2 കപ്പ് വെള്ളത്തിൽ. അപ്പോൾ എനിക്ക് 1 കപ്പ് 1.5 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ വെള്ളം കുടിക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വെള്ളത്തിൻ്റെ ഇത് വരിക. അപ്പോൾ അത് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരു കയ്യിൽ കൊണ്ടിട്ട് കോരി കാണിച്ചു തരാം. നല്ല സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഒരു കറികളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു സൈഡപ്പൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. രാവിലെയൊക്കെ കുറേ നേരം വൈകി എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ദോശ കൂടിയാണ്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കലക്കിയെടുത്താൽ മതി. ഇപ്പം നമുക്ക് ഇനി ഒരു പാൻ എടുപ്പത്ത് വയ്ക്കാം, എന്നിട്ട് അതൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. ഏറ്റവും ലോയിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഗോതമ്പ് ദോശ ഒരല്പം മറ്റ് സാധാരണ ദോശയിലും അല്പം സമയം എടുക്കുമല്ലോ വേകാനായിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് മൊരിപ്പിച്ച് കഴിക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഗോതമ്പ് ദോശ നിങ്ങൾക്കറിയാമല്ലോ, കുറച്ചൊന്ന് മൊരിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഇങ്ങനെ ആവുന്ന സമയത്ത് ഇതിൽ ഈ മാവൊക്കെ ഒന്ന് ഉണങ്ങിയ മാതിരി ആകും. ആ സമയത്ത് ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ മതിയെങ്കിൽ അങ്ങനെ ചേർക്കാം. നെയ്യാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഗോതമ്പ് ദോശയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കല്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിങ്ങനെ ഒരു ഭാഗത്ത് മാത്രമേ ആക്കി കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗവും ഒന്ന് മൊരിപ്പിച്ച് എടുക്കാവുന്നതാണ്. നല്ല മഴക്കാലത്തൊക്കെ നമുക്കൊരു ചായയുടെ ഒപ്പം, ചൂട് ചായയുടെ ഒപ്പമൊക്കെ ഇതുപോലൊരു ദോശ അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇടയിൽ പച്ചമുളകും തേങ്ങയും ഒക്കെ ഒരുമിച്ച് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിന് ഒരു കറികളുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് കറികൾ നിർബന്ധമാണെങ്കിൽ നല്ല മുളകിട്ട മീൻകറി, മത്തിക്കറി, അയിലക്കറിയുടെ ഒപ്പം കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ പൊട്ടുകടല ചേർത്തിട്ടുള്ള ചുവന്ന മുളകൊക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തിൻ്റെ ഒപ്പവും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഒരു ഭാഗം ആയപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗവും ഒന്ന് മൊരിപ്പിച്ചിട്ട് എടുക്കാം. ഇതേപോലെ ദോശ തയ്യാറാക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും അധികം വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഈ ഒരു ഗോതമ്പ് ദോശ. എല്ലാ കാലത്തും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ദോശ കൂടിയാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു ദോശയാണ് കേട്ടോ ഇത്. അടുത്തതും ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഏത് പാനാണെങ്കിലും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ പരത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ മാവ് അവിടെ ഇവിടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ മാവ് പരത്തിന് ശേഷം മാത്രം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഞാൻ മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കൊരു 5 ദോശയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഗോതമ്പ് ദോശയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയല്ലേ, ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് പ്രധാനമാണ്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.